നിപ സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന തിരുവനന്തപുരത്തെ രണ്ടുപേരുടെ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഷീജ ചേരുകയാണ്. ഷീജ, ആശ്വാസകരമായ വാർത്തയാണ്. വിവരങ്ങൾ എങ്ങനെ? തീർച്ചയായും ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ചും ഈ നിപ രോഗബാധിതയായിരുന്ന കുട്ടിയുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ വരുന്ന 3 പേരും സെക്കൻഡറി കോണ്ടാക്ട് ലിസ്റ്റിൽ വരുന്ന ഒരാളുമാണ് തിരുവനന്തപുരത്ത് നിരീക്ഷണത്തിലുണ്ടായിരുന്നത്. ഇതിൽ 2 പേർക്കാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നത്. ഇവരുടെ പരിശോധനയാണ് ഇന്നിപ്പോൾ രാവിലെ അവരുടെ സ്രവം എടുത്ത് ഇന്ന് പരിശോധിച്ചത്. അതിന്റെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2 പേരും നെഗറ്റീവായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസം തന്നെയാണ് ഇതിൽ ഉള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പക്ഷേ ഇവരുടെ നിരീക്ഷണ കാലയളവ് പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഇവർ ആശുപത്രി വിടുക. രോഗം നിലവിൽ അവർക്ക് പനിയുടെ ലക്ഷണങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ പനിയുടെ ലക്ഷണങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പരിശോധന നടത്തിയതും. ഇനിയിപ്പോൾ ഇവർ പൂർണ്ണമായും ഈ പനിയുടെ ലക്ഷണങ്ങൾ കൂടി മാറിയ ശേഷം നിരീക്ഷണത്തിന്റെ കാലയളവ് പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഇവർക്ക് ആശുപത്രിയിൽ നിന്നും പോകുവാൻ സാധിക്കുക.